ബീഫ് കറി ഒന്ന് പരീക്ഷിച്ച് നോക്കുവാന്നേ. പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ പകർന്നു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കടു അതിലേക്കിട്ട്, കടു പൊട്ടി വന്നപ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് അതിലേക്കിട്ട്, തേങ്ങാക്കൊത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത്, അത് മൂത്ത് വന്നപ്പോൾ കരിവേപ്പിലയും മുറിച്ച് വെച്ചിരുന്ന വറ്റൽമുളക് കൂടെ അതിലേക്കിട്ട്, അത് കഴിഞ്ഞ് അതൊന്ന് മൂത്തപ്പോഴത്തേന് കൊച്ചുള്ളി ഇട്ട്, കൊച്ചുള്ളി ഒന്ന് വഴണ്ട് വന്ന പരുവത്തിലേക്ക് സവാള, അരിഞ്ഞു വെച്ചിരുന്ന സവാള അതിലേക്കിട്ട്, സവാള നല്ലപോലെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ചാച്ചുവിൻ്റെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ച്, അത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്തു. അത് കഴിഞ്ഞ് കറിമസാലയാണ് ചേർത്തത്. കറിമസാല ചേർത്ത് കഴിഞ്ഞ് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ ഇട്ടത്, അത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുത്ത്, അതൊന്ന് നല്ലവണ്ണം വഴണ്ട് വന്ന് അത് നല്ലവണ്ണം മൂത്ത് വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ സവാള ഇതെല്ലാം കൂടെ മിക്സാക്കി, നല്ലപോലെ മിക്സാക്കി എടുത്ത്, മസാലയും സവാളയും എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി, അത് നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരുന്ന ബീഫ് കഷ്ണങ്ങളാക്കി വെച്ചിരുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്ത്, ബീഫ് ഇട്ടതിന് ശേഷം മസാലയും ബീഫും കൂടി നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കും. നല്ലപോലെ മിക്സാവണം. പീസിലേക്ക് മസാല നല്ലതുപോലെ പിടിക്കുന്ന രീതിയിലേക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കത്ത്. അത് മിക്സാക്കിയെടുത്ത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വെച്ച് അത് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചു. നല്ലപോലെ വെന്ത് വന്ന് ബീഫ് ഇപ്പം നല്ലപോലെ വെന്ത് വന്ന് നല്ല വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ്, വെളിച്ചെണ്ണയെല്ലാം തെളിഞ്ഞ് വന്ന ഇതിലേക്ക് പിന്നീട് നമ്മൾ മല്ലിയില അരിഞ്ഞ് വെച്ചിരുന്നു, മല്ലിയില ഇട്ട് ഓക്കെ, ഫിനിഷ്. ബീഫ് കറി റെഡി.